തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ചികിത്സാ പിഴവ് ഉന്നയിച്ച സനൂപിനെ സന്ദർശിച്ച് അനിൽ അക്കര. സനൂപിന് നിയമപരമായ എല്ലാ സഹായവും നൽകും. 2023 കാൽമുട്ട് വേദനയ്ക്കുള്ള ചികിത്സ തേടി ആശുപത്രിയിലെത്തിയ സനൂപിന്റെ കണ്ണിന്റെ ഇരു കൃഷ്ണമണികളും അനുവാദമില്ലാതെ നീക്കം ചെയ്തുവെന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകും. അർജുൻ, നേരത്തെ സനൂപും സനൂപിന്റെ അമ്മയും നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഞെട്ടിക്കുന്ന ചികിത്സാ പിഴവിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കുകയാണോ? തീർച്ചയായും സ്മൃതി, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കരെ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. എത്രയും പെട്ടെന്ന് ഈ സംഭവത്തിൽ കേസെടുത്ത ഇതിൽ കുറ്റക്കാരായ ഡോക്ടർമാരടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നും അതോടൊപ്പം തന്നെ അർഹമായ നഷ്ടപരിഹാരം സനൂപിനും കുടുംബത്തിനും നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം അനിൽ അക്കര പരാതിയും നൽകിയിരുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ അനിൽ അക്കരയും അതോടൊപ്പം തന്നെ തൃക്കൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സനൂപിന്റെ വീട്ടിലെത്തി സനൂപിനെയും കുടുംബത്തെയും സന്ദർശിച്ചത്. എല്ലാ സഹായങ്ങളും അവർ വാഗ്ദാനം ചെയ്യുകയാണ്. മാത്രമല്ല സാമ്പത്തിക സഹായം അടക്കം നൽകുമെന്നും ഇപ്പോൾ അനിൽ അക്കര പറയുന്നുണ്ട്. ഇതിൽ ശസ്ത്രക്രിയ ഒരു പരിഹാരമായി ഇപ്പോൾ വിദഗ്ധർ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ AI സാങ്കേതിക വിദ്യയോടെയുള്ള സ്മാർട്ട് ഗ്ലാസുകൾ താൽക്കാലികമായി ഘടിപ്പിച്ച് അത്തരത്തിൽ താൽക്കാലികമായ ഒരു ചെറിയൊരു ആശ്വാസം എന്ന് നൽകാൻ കഴിയുമെന്നാണ് അനിൽ അക്കരെ അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഗുരുതരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 2023 ഈ പരാതിക്കാസ്പദമായ സംഭവം ഉണ്ടായത്. സനൂപ് ടൈൽസിന്റെ പണി ചെയ്യുന്ന ജീവനക്കാരനായിരുന്നു, തൊഴിലാളിയായിരുന്നു. ഇയാൾ കാലിന്റെ മുട്ടിന് വേദനയുണ്ട്. അതിനെ തുടർന്നാണ് ബൈക്ക് ഓടിച്ചുകൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ അതിനുശേഷം ഇത്തരത്തിൽ അണുബാധ ഉണ്ടാവുകയും പിന്നീട് ICUവിൽ പ്രവേശിപ്പിക്കുകയും ശസ്ത്രക്രിയ നടത്തുകയുമായിരുന്നു. എന്നാൽ കണ്ണിന് ശസ്ത്രക്രിയ നടത്തി 2 കൃഷ്ണമണികളും നീക്കം ചെയ്യുകയാണ് ചെയ്തത്. അച്ഛനും അമ്മയും ചെറിയ ഒരു കുഞ്ഞുമുള്ള ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഈ സനൂപ്. ഈ സനൂപിനാണ് ഇത്തരം ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ 3 വർഷമായിട്ടും ആരോഗ്യവകുപ്പ് ഇതിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ വാർത്ത വീണ്ടും ഉയർന്നു വന്ന പശ്ചാത്തലത്തിലും ആരോഗ്യവകുപ്പ് കൃത്യമായ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടുമില്ല. ശരി, അർജുൻ മട്ടന്നൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.